ഹലോ, നമുക്കിന്ന് മീറ്റിങ്ങിന് പോയപ്പോഴേക്ക് എറ്റിൻ്റെ കുറച്ച് മാങ്ങയൊക്കെ ആയിട്ട് വന്നായിരുന്നു. അതും കുറേ വലിയ മാങ്ങയും അതേപോലെ കുറേ കണ്ണിമാങ്ങയൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഈ മാവും പ്ലാവും അതേപോലെ കുറേ മരങ്ങളൊക്കെ ഉള്ള വീട്ടുകാരോടൊക്കെ എനിക്ക് കുഞ്ഞു കുശുമ്പൊക്കെ തോന്നി. പക്ഷെ എന്തൊരു ഭാഗ്യവാന്മാരാണ്, മുറ്റം നിറച്ചും ഇങ്ങനെ മാവും പ്ലാവും ചെടികളും തണലും ഒക്കെ ആയിട്ടെന്നൊക്കെ നമുക്ക് ആ ഒരു മൈൻഡാണ്. അപ്പം ഇന്ന് എനിക്ക് കുറേ മാങ്ങയൊക്കെ കൊണ്ടുവന്ന് വന്നപ്പോഴേക്ക് ഞാൻ കണ്ണിമാങ്ങ എടുത്തിട്ട് വേഗം തന്നെ കയ്യോടെ ഉപ്പും അതേപോലെ മുളക് പൊടിയും കല്ലുപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കുറച്ച് നല്ലെണ്ണയൊക്കെ ഒഴിച്ചൊക്കെ റെഡിയാക്കി വെച്ച്, വേറൊന്നുമല്ല, ഇത് ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴേക്ക് എനിക്ക് അച്ചാർ ഇടാനായിട്ടാണ്. ഇപ്പം നാളെ മുതൽ നമ്മൾ എടുത്തു നോക്കും മാങ്ങ റെഡിയായോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് അച്ചാർ ഇടാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകോ ഇല്ലെന്നൊന്നും അറിയാനൊന്നും പാടില്ല. പിന്നെ അതേപോലെ നമുക്ക് വലിയ മാങ്ങ വന്നിട്ടുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ചാൽ കടുമാങ്ങ താളിക്കലാണ്. അതിങ്ങനെ താളിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറ് പോണതേ അറിയില്ല. ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോഴേക്കും നമുക്ക് വേറൊരു കറിയൊന്നും വേണ്ടി വരില്ല. ഈ കടുമാങ്ങയൊക്കെ തൊട്ടുകൂട്ടിയൊക്കെ ചോറ് തിന്നാനായിട്ട് സൂപ്പറാണ്. ഇനിയിപ്പം മാങ്ങാക്കാലം ആയത് കാരണം നമുക്ക് എപ്പോഴും മുളക് പൊടിയും ഉപ്പും ഒക്കെ മുക്കി മാങ്ങ തീറ്റയും അച്ചാർ തീറ്റയും മാങ്ങാക്കറി അങ്ങനെയൊക്കെ തന്നെയാണ്.